ഈ പ്രഭാതത്തിൽ ഞങ്ങൾ നിൽക്കുന്നത് എഫെസസിലാണ്. മാതാവിൻ്റെ ദേവാലയം, മാതാവിൻ്റെ അവസാന കാലത്ത് മാതാവ് താമസിച്ച ആ ഭവനം, അതോടൊപ്പം തന്നെ യോഹന്നാൻ ശ്ലീഹായുടെ കബറിടം, ബസലിക്ക, ഇവയെല്ലാം ഉൾക്കൊള്ളുന്ന എഫേസോസ്. സ്മിർനായിലെ 7 സഭകളിൽ ഒന്നാണ് എഫേസോസ്. പക്ഷേ ഇവിടെ നിങ്ങൾ കാണുകയാണെങ്കിൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് നമ്മൾ കാണുന്നത്. ഈ എഫേസോസിന് റോമൻ കൾച്ചറിന് മുമ്പുള്ള, അല്ലെങ്കിൽ റോമൻ ആധിപത്യത്തിന് മുമ്പുള്ള ഒരു പീരീഡ് ഉണ്ട്, ഒരു കാലഘട്ടമുണ്ട്. പക്ഷേ ഈ സ്ട്രക്ചറുകൾ, ഈ അവശിഷ്ടങ്ങൾ റോമിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് തോന്നുകയാണ്. കാരണം ഒരു കാലഘട്ടത്തിൽ ഈ സ്ട്രക്ചറുകൾ പണിയുവാനായിട്ട് എത്രയോ വർഷങ്ങളെടുത്ത് കാണും, എത്രയോ മനുഷ്യരുടെ അധ്വാനമായിരിക്കാം. പക്ഷേ അതെല്ലാം ചില ഓർമ്മകളും ഓർമ്മപ്പെടുത്തലുകളുമാണ്. ഈ പുറകിൽ കാണുന്ന ഒരു കല്ല് തന്നെ, അതൊരു നമ്മുടെ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ ഒരു ഒറ്റക്കല്ലിൽ തീർത്തിരിക്കുന്ന ഒരു സംഭരണിയായിട്ട് നമുക്ക് തോന്നും. അതിൻ്റെ മൂടിയായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന വലിയ കല്ലാണ് മുകളിൽ കാണുന്നത്. അത് തന്നെ ആ ഒറ്റ സാധനം തന്നെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഏതായാലും ഈ എഫേസസിൻ്റെ ഈ സാംസ്കാരിക പൈതൃകത്തിൽ സന്ദർശിക്കാൻ സാധിക്കുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. ഇവിടെ എല്ലാം വന്ന് വിദേശികൾ ഇവിടെ സമയമെടുത്ത് ആഴ്ചകളെടുത്ത് താമസിച്ച് പഠിച്ച് പോകുന്നതാണ്. ഇപ്പോഴും എക്സ്കവേഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നതിന് ആണ് നമ്മൾ പുറകിൽ കാണുന്ന ആ ഒരു കാര്യം. ഇപ്പോഴും എക്സ്കവേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം തീർച്ചയായിട്ടും മനുഷ്യൻ്റെ വളർച്ചയുടെ വിവിധ കാലഘട്ടങ്ങളെക്കുറിച്ച് നമ്മളെ ഓർമ്മപ്പെടുന്നതാണ്. അതോടൊപ്പം തന്നെ ചില സംസ്കാരങ്ങൾ ഇല്ലാതായതിൻ്റെയും ചില ഓർമ്മകളാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഏതായാലും ഇവിടെ വരുവാനും കാര്യങ്ങൾ കാണുവാനും മനസ്സിലാക്കുവാനും എല്ലാം സാധിച്ചതിൽ സന്തോഷം.